സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ കുക്കിംഗ് വീഡിയോസിന്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. പൂർവാധികം ശക്തിയോടെ നമ്മുടെ കുക്കിംഗ് വീഡിയോസുമായിട്ട് ഞാൻ തിരിച്ചു വരും. നമ്മുടെ ജീവിതം ഏതൊക്കെ വഴിയിൽ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത് നമുക്കറിയത്തില്ല. അതുപോലെ നമ്മുടെ മഞ്ജൂസ് ലൈഫ് എന്ന ചാനലും വേറൊരു ഡയറക്ഷനിലേക്ക് ഒരു ട്വിസ്റ്റ് എടുത്തിരിക്കുകയാണ്. ഈ കമ്മിറ്റ്മെന്റ് പൂർത്തിയാക്കിയ ശേഷം നമ്മൾ പൂർവാധിക ശക്തിയോടെ നമ്മുടെ കുക്കിംഗ് വീഡിയോസുമായിട്ട് തിരിച്ചു വരും. നിങ്ങൾ ആരും എന്നെ ഉപേക്ഷിച്ചിട്ട് പോകരുത് കേട്ടോ. അമേരിക്കയിലെ കേരളം എന്ന് വിശേഷിക്കപ്പെടുന്ന ഫ്ലോറിഡ എന്ന സംസ്ഥാനത്തിലെ നഴ്സിംഗ് ബോർഡിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം എന്നാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് പ്രധാനമായിട്ട് 2 കാരണങ്ങളാണ്. ഒന്ന്, അമേരിക്കയിൽ ഇനി ഏത് സംസ്ഥാനത്താണ് നിങ്ങൾക്ക് പോയി ജീവിക്കാൻ ആഗ്രഹമെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഫ്ലോറിഡ എന്ന് പറയും. കാരണം ഞങ്ങളിപ്പോൾ ഹൂസ്റ്റണിലാണ് താമസിക്കുന്നത്. ഹൂസ്റ്റണിൽ അത്യാവശ്യം കപ്പയും വാഴയും കപ്ലങ്ങായും പയറും പച്ചക്കറിയൊക്കെ ഒന്ന് കൃഷി ചെയ്യാൻ പറ്റും. ചക്കപ്പഴം, മാങ്ങാപ്പഴം, തേങ്ങ തുടങ്ങി കേരളത്തിൽ വിളയുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ കൃഷി സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്ന അമേരിക്കയിലെ എനിക്ക് തോന്നുന്ന ഏക ഒരു സംസ്ഥാനമാണ് ഫ്ലോറിഡ എന്ന്. അപ്പോൾ ഫ്ലോറിഡ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അമേരിക്കയിലുള്ള ഡിഫറെന്റ് സ്റ്റേറ്റുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ NCLEX RNന്റെ റിക്വയർമെന്റ്സും വ്യത്യസ്തമാണ്. ഫ്ലോറിഡയിൽ RNന്റെ എക്സാം എഴുതണമെങ്കിൽ അവിടെ ഇംഗ്ലീഷിന് റിക്വയർമെന്റ് ഉണ്ട്. ഇംഗ്ലീഷിന്റെ റിക്വയർമെന്റ് ഉള്ളതും ഇംഗ്ലീഷിന്റെ റിക്വയർമെന്റ് ഇല്ലാത്തതുമായ 2 സംസ്ഥാനങ്ങളെ ഒന്ന് കമ്പയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ആളുകൾക്ക് ഏറ്റവും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സംസ്ഥാനമായ ഫ്ലോറിഡ ആദ്യം പിക്ക് ചെയ്യാം. അതിനുശേഷം ഇംഗ്ലീഷ് റിക്വയർമെന്റ്സ് ഇല്ലാത്ത ഒരു സ്റ്റേറ്റും കൂടെ പിക്ക് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഇലിനോയ് ബോർഡ് ഓഫ് നഴ്സിംഗ് ആണ് പിക്ക് ചെയ്യുന്നത്. അത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. സോ ഇൻട്രൊഡക്ഷൻ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഫ്ലോറിഡ ബോർഡ് ഓഫ് നഴ്സിംഗിന്റെ NCLEX RN എഴുതാനുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന്, ഇത് പബ്ലിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്, എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഫ്ലോറിഡ ബോർഡ് ഓഫ് നഴ്സിംഗിന് നമ്മൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ആർക്ക് വേണമെങ്കിലും കിട്ടുന്ന ഇൻഫർമേഷൻ ആണ്. എന്റെ വീഡിയോ കാണുന്ന വളരെ ചുരുക്കം ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് എത്തിക്കുക എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ലെറ്റ്സ് സീ. ഫ്ലോറിഡ ബോർഡ് ഓഫ് നഴ്സിംഗ് എന്ന് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു പേജാണിത്. ഇത് ഫ്ലോറിഡ ബോർഡ് ഓഫ് നഴ്സിംഗിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റിൽ NCLEX RN എഴുതാനായിട്ട്, RNന്റെ ലൈസൻസിങ് എക്സാം എഴുതാനായിട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ റിക്വയർമെൻറ്റ്സും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലുള്ള ആ നീല ബാറിൽ കാണുന്ന ലൈസൻസിങ് എന്നുള്ള ടാബ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ലൈസൻസിങ് എന്നുള്ള ടാബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പേജ് തുറന്നു വരും. ആ പേജിൽ ഫ്ലോറിഡ ബോർഡ് ഓഫ് നഴ്സിംഗ് കൊടുക്കുന്ന ഏതൊക്കെ തരം ലൈസൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻസ് ആണ് അവിടെ കാണുന്നത്. അവിടെ LPN ഉണ്ട്, ലൈസൻസ് പ്രാക്ടിക്കൽ നേഴ്സ്, രജിസ്റ്റേർഡ് നേഴ്സ് RN, APRN അഥവാ നേഴ്സ് പ്രാക്ടീഷണർ, പിന്നെ CNS സർട്ടിഫൈഡ് നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്നറിയപ്പെടുന്ന CNA. ഇത്രയും ആളുകൾക്കാണ് ഫ്ലോറിഡ ബോർഡ് ഓഫ് നഴ്സിംഗ് ലൈസൻസ് കൊടുക്കുന്നത്. ഇതിനകത്ത് ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നേഴ്സ്, LPN ആൻഡ് രജിസ്റ്റേർഡ് നേഴ്സ് RN ബൈ എക്സാമിനേഷൻ എന്നുള്ള ടാബ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അന്നേരം നമുക്ക് അവിടെ കാണുന്നു റിക്വയർമെൻറ്റ്സ്, അപ്ലൈ ഓൺലൈൻ ആൻഡ് റിട്ടേണിംഗ് ലോഗിൻ. അതിനകത്ത് റിക്വയർമെൻറ്റ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. സോ നമ്മൾ റിക്വയർമെൻറ്റ് സെലക്ട് ചെയ്യുമ്പം ഇങ്ങനെയൊരു പേജാണ് തെളിഞ്ഞു വരുന്നത്. അവിടെ പറയുന്നു, ക്ലിക്ക് ഓൺ ദ അപ്രോപ്രിയേറ്റ് ടാബ് ബിലോ ടു സീ ദ ഇനിഷ്യൽ ലൈസൻസിങ് റിക്വയർമെൻറ്റ്സ്, പ്രോസസ്, ഫീസ്, statutes and administrative rules, a licensed practical nurse and a registered nurse by examination. നമുക്കത് താഴത്തേക്കുള്ളത് താഴെ ഇനി പറയുന്നു, the requirements for licensure by examination can be found in section 464.008 FS and include. ഇനി താഴെ RN എക്സാം എഴുതാനായിട്ട് എലിജിബിലിറ്റി ഉള്ള ആളുകളുടെ ക്രൈറ്റീരിയയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് വായിച്ച് നോക്കണ്ട. നിങ്ങൾ താഴത്തേക്ക് പോയി കഴിയുമ്പം ഏറ്റവും താഴത്തെ മുകളിലത്തെ ബുള്ളറ്റ് അതാണ് നമുക്ക് ബാധകമായിട്ടുള്ളത്. അത് ഞാനൊന്ന് വായിക്കാം. Graduation from a non-NCSBN jurisdiction, that is Puerto Rico, or international nursing education program that the board determines to be equivalent to an approved program. non-NCSBN/international grades. അതാണ് നമ്മുടെ കാറ്റഗറി. ഇനി നമുക്ക് ആ ഇന്റർനാഷണൽ ഗ്രേഡ്സ് എന്ന് കാണിച്ചിരിക്കുന്ന ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ആ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പം കിട്ടുന്ന ഒരു പേജാണിത്. അതിങ്ങനെയാണ് പറയുന്നത്, ലൈസൻഷ്യർ ഇൻഫർമേഷൻ ഫോർ ആപ്ലിക്കൻസ് എഡ്യൂക്കേറ്റഡ് ഔട്ട്സൈഡ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഇൻ non-NCSBN jurisdictions. If you are educated outside the United States or in a non-NCSBN jurisdiction,
you are applying for exam, you are required to have your nursing education evaluated by one of the approved agencies listed below. Contact the agency of your choice and request a full education course by course report. An original copy of the report must be sent to the Board of Nursing directly from the agency. You are responsible for all the fees the agency charges for these services. After your application for licensure is processed and have been deemed complete, the Board of Nursing will review your educational evaluation and contact you with the status of your application in writing. Please ensure that your mailing address is up to date always. താഴെ കാണിച്ചിരിക്കുന്നത് ഏതൊക്കെ ഏജൻസി വഴി ഫ്ലോറിഡ ബോർഡ് ഓഫ് നഴ്സിംഗിന് വേണ്ടിയുള്ള ലൈസൻസ് വെരിഫിക്കേഷൻ്റെ പേപ്പർ വർക്ക് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. ആദ്യം കാണിച്ചിരിക്കുന്നത് എഡ്യൂക്കേഷണൽ റെക്കോർഡ്സ് ഇവാലുവേഷൻ സർവീസ് ഇൻക്, ദെൻ ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ റിസർച്ച് ഫൗണ്ടേഷൻ, ജോസഫ് സിൻലി അസോസിയേറ്റ്സ്, കമ്മീഷൻ ഓഫ് ഗ്രാജുവേറ്റ്സ് ഓഫ് ഫോറിൻ നഴ്സിംഗ് സ്കൂൾസ് വിച്ച് ഇസ് CGFNS, ദെൻ അഷ്ലൻഡ് എഡ്യൂക്കേഷണൽ സർവീസ് ഫോറിൻ ക്രെഡൻഷ്യൽസ് ഇവാലുവേഷൻ ഏജൻസി. ഇത്രയും ഏജൻസീസാണ് ഫ്ലോറിഡ ബോർഡ് ഓഫ് നഴ്സിംഗിലേക്ക് RNൻ്റെ പേപ്പർ വർക്ക് വെരിഫൈ ചെയ്യാനായിട്ട് ഓതറൈസ് ചെയ്തിട്ടുള്ള കമ്പനികൾ. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. അമേരിക്കയിലേക്ക് എംപ്ലോയ്മെൻറ്റ് വിസ വഴി വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് CGFNS വഴി പേപ്പർ വെരിഫൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് പറയാനുള്ള കാരണം നമുക്ക് വിസ സ്ക്രീൻ സർട്ടിഫിക്കറ്റ് കൂടി കിട്ടേണ്ടതുണ്ട്. CGFNS ആണ് വിസ സ്ക്രീൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന അമേരിക്കയിലെ ഓതറൈസ്ഡ് ആയിട്ടുള്ള കമ്പനി. സോ നമ്മൾ ആ പേപ്പർ CGFNS വഴി വെരിഫൈ ചെയ്യുവാണെങ്കിൽ ഈ രണ്ട് പ്രോസസ്സിനും വേണ്ടി ഒരു പേപ്പർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഈ ചെയ്യുന്ന ഓരോ സർവീസിനും പ്രത്യേകം ഫീസും ഉണ്ട്. സോ നമുക്ക് ആ ടൈമും അത്രയും ഫീസും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ പ്രോസസ്സ് കൂടി CGFNS വഴി ചെയ്യുവാണെങ്കിൽ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. ഇനി പറയുന്നത് യു മസ്റ്റ് ഓൾസോ സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ ടു ദ ഫ്ലോറിഡ ബോർഡ് ഓഫ് നഴ്സിംഗ്. The Florida Board of Nursing requires an application fee. The application and the fee is to be sent to the Florida Board of Nursing. The application instructions, supplemental forms, rules, etc. for Florida license can be printed in this website www.floridanursing.gov/resources. This site is also a good resource for any questions you may have. ഇനി കുറച്ച് മൂന്ന് പോയിന്റ്സും കൂടെ ഉള്ളൂ ഈ പേജ് തീരാൻ പോവുകയാണ്. Nurses educated outside the United States or in non-NCSBN jurisdiction will be required to take the NCLEX exam for nursing license. This exam is administered by the NCS Pearson Group. A separate fee of $200 is required by the Pearson Group to register for this examination. The fee is to be sent to NCS Pearson along with your registration information. പിയേഴ്സൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കും അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പോയിന്റ് നമ്പർ 5. Before a license can be issued, the licensee must have a social security number, SSN. The SSN is not required to complete the application process and for the NCLEX exam. SSN എന്ന് പറയുന്ന സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ നമ്മളിവിടെ വന്നു കഴിയുമ്പം നമുക്ക് കിട്ടുന്ന നാട്ടിലെ ആധാർ കാർഡ് പോലെ ഉള്ള ഇവിടുത്തെ ഒരു നമ്പറാണ് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ. അത് നമ്മൾ വന്നു കഴിയുമ്പോൾ കിട്ടേണ്ട കാര്യമാണ്. അത് നമുക്ക് നാട്ടിൽ നിന്ന് നേരത്തെ ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത പോയിന്റ്, പ്രൂഫ് ഓഫ് ഇംഗ്ലീഷ് കോമ്പിറ്റൻസി ഈസ് ഓൾസോ എ റിക്വയർമെൻറ്റ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. If you took your nursing coursework in English and used English textbooks, then you do not need to show the English language competency. Per Rule 64B9-3.002 bracket 1E-FAC, one of the following requirements for English competency must be demonstrated through one of the following. Successful completion of one of the acceptable English competency examinations. ഒന്നാമത്തേത് എ മിനിമം സ്കോർ ഓഫ് 540 ബ്രാക്കറ്റിൽ 207 on computerized version and 76 on the internet based version on the test of English as a foreign language TOEFL examination. Then a minimum score of 55 with a minimum speaking score of 55% on a Michigan English test which is MET, or a minimum score of 6.5 overall with a 7.0 on the spoken portion of the academic version of the International English Language Testing System which is IELTS,
or a minimum score of 300 on the occupational English test, which is OET, or a completion of a nursing program given in English in another country. ഇത്രയാണ് ക്രൈറ്റീരിയ പറഞ്ഞേക്കുന്നത്. ഈ OET കാര്യത്തിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് എന്ന് എനിക്കറിയാവുന്ന ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഫ്ലോറിഡയിൽ OET അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ എംപ്ലോയ്മെൻറ്റ് വിസയിൽ അമേരിക്കയിലേക്ക് വരാനായിട്ട് നമുക്ക് വിസ സ്ക്രീൻ എന്നുള്ള പേപ്പർ വർക്ക് ക്ലിയർ ചെയ്യാനുണ്ട്. വിസ സ്ക്രീനിന് OET അപ്രൂവ് അല്ല. OET സോഫാർ ടോഫലും TSC ഒക്കെയാണ് വിസ സ്ക്രീൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എലിജിബിലിറ്റി. ഇനി ഫ്യൂച്ചറിൽ അപ്രൂവ് ആകുമോ എന്ന് എനിക്കറിയത്തില്ല. സോ ഫാർ ഇറ്റ് ഈസ് നോട്ട് അപ്രൂവ്ഡ്. സോ നമുക്ക് IELTS പാസ്സാവുകയാണെങ്കിൽ നമുക്കത് ഈ ഫ്ലോറിഡയുടെ പേപ്പർ വർക്കിന് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അതുകൂടാതെ തന്നെ നമുക്ക് എംപ്ലോയ്മെൻറ്റ് വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള വിസ സ്ക്രീൻ സർട്ടിഫിക്കറ്റിൻ്റെ എലിജിബിലിറ്റി കിട്ടാനായിട്ടും IELTS ഉപയോഗിക്കാം. സോ നിങ്ങൾ ഇതുവരെ ഇത് ലണ്ടനിലൊന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ IELTS വിൽ ബി എ ബെറ്റർ ഓപ്ഷൻ. നമ്മൾ NCLEX RN എഴുതാനുള്ള റിക്വയർമെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ പ്രോസസ്സ് എന്താണ് എന്ന് നോക്കാം. ആപ്ലിക്കൻറ്റ് മസ്റ്റ് സബ്മിറ്റ് ആപ്ലിക്കേഷൻ വിത്ത് അപ്രോപ്രിയേറ്റ് ഫീസ് ടു ദ ബോർഡ് ഓഫ് നഴ്സിംഗ് ആൻഡ് ബിഗിൻ രജിസ്ട്രേഷൻ വിത്ത് ദ പിയേഴ്സൺ വ്യൂ ദ ടെസ്റ്റിംഗ് വെൻഡർ. നമ്മൾ നേഴ്സിംഗ് ബോർഡിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. സെയിം ടൈം നമ്മൾ പിയേഴ്സൺ വ്യൂ ടെസ്റ്റിംഗ് സെൻറ്ററിലും നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം. ദെൻ ആപ്ലിക്കൻറ്റ് സ്കെഡ്യൂൾസ് ആൻ ഇലക്ട്രോണിക് ഫിംഗർ പ്രിൻറ്റ് അപ്പോയിൻമെൻറ്റ് വിത്ത് ദ ലൈവ് സ്കാൻ സർവീസ് പ്രൊവൈഡർ ആൻഡ് ഈസ് ഫിംഗർ പ്രിൻറ്റഡ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഫിംഗർ പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഫ്ലോറിഡ ബോർഡ് ഓഫ് നേഴ്സിംഗ് അപ്രൂവ് ചെയ്യുന്ന നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ചെക്ക് ചെയ്യുന്ന ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു ഫിംഗർ പ്രിൻറ്റ് കാർഡ് പ്രിൻറ്റ് ചെയ്ത് നമ്മുടെ നാട്ടിലുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് തരാനായിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പോയി നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ഒഫീഷ്യലി എടുത്ത് അത് ഈ ഏജൻസിക്ക് അയച്ചു കൊടുക്കുക. ഏജൻസി അവിടുന്ന് അതിൻ്റെ റെസിപ്റ്റ് നമ്മുടെ ഫ്ലോറിഡ ബോർഡ് ഓഫ് നേഴ്സിംഗിലേക്ക് അയച്ചു കൊടുക്കും. അതാണ് അടുത്ത ഒരു പ്രോസസ്സ്. ആപ്ലിക്കൻറ്റ് സ്കെഡ്യൂൾസ് ആൻ ഇലക്ട്രോണിക് ഫിംഗർ പ്രിൻറ്റ് അപ്പോയിൻമെൻറ്റ് with a live scan service provider and is fingerprinted. അതും കൂടെ കഴിഞ്ഞാൽ തേർഡ് സ്റ്റെപ്പ്, once the materials are submitted, an application specialist will review them. It may be necessary for the application specialist to request additional information. ഇത്രയും പേപ്പർ വർക്ക് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ നമ്മളുടെ പേപ്പറെല്ലാം ചെക്ക് ചെയ്ത് നോക്കും. അഡീഷണൽ ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ അവർ ആവശ്യപ്പെട്ടാൽ നമ്മളതും കൊടുക്കേണ്ടതാണ്. If eligibility requirements are met, applicant will receive eligibility letter with instructions regarding registration with Pearson View. So, Pearsonil നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിയേഴ്സണിലേക്ക് നേഴ്സിംഗ് ബോർഡിൽ നിന്ന് ഒരു ലെറ്റർ പോകും, ഇവരുടെ പേപ്പറെല്ലാം ഓക്കെയാണ്, ഇയാൾ പരീക്ഷ എഴുതുന്ന റെഡിയാണെന്ന്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്ന ആ സാധനം, ഓതറൈസേഷൻ ടു ടെസ്റ്റ് എന്ന് പറയുന്ന ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് ബുക്ക് ചെയ്ത് നമുക്ക് എക്സാം എഴുതാൻ പറ്റും. Upon passing the licensing examination, the initial license is issued within 7 to 10 days. നമ്മൾ പിന്നെ നമ്മൾ പോകുന്നു, പരീക്ഷ എഴുതുന്നു, പരീക്ഷ പാസ്സായി കഴിയുമ്പോൾ നമ്മുടെ ലൈസൻസ് 7 to 10 ഡേയ്സിന് അകത്ത് ലൈസൻസ് ഇഷ്യൂ ആവും. ഇത്രയുമാണ് നമ്മുടെ NCLEX RNൻ്റെ പേപ്പർ വർക്ക് ചെയ്യാനായിട്ടുള്ള പ്രോസസ്സിങ്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. Top 10 tips for examination applicants. Applicants who do not successfully pass their examination will have to submit a എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ. അതൊക്കെ പോട്ടെ, നമുക്കതിനെക്കുറിച്ച് ഇതിനെ ഇപ്പോൾ ആലോചിക്കേണ്ട. ഇനിയൊരു ഫീസിൻ്റെ ഒരു ടാബുണ്ട്. ഓരോ സർവീസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫീസുണ്ട്. ഫ്ലോറിഡ ബോർഡ് ഓഫ് നേഴ്സിംഗിൽ അപ്ലൈ ചെയ്യുന്നതിനായിട്ട് കൊടുത്തിരിക്കുന്ന ഫീസ് $110 പിന്നെ പിയേഴ്സൺ വ്യൂവിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്ന പിയേഴ്സൺ വ്യൂവിൽ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് $200 ഒരു ഫീസുണ്ട്. ഇനി ഇത് മൂന്നാമത്തെ ഫീസ് എന്ന് പറയുന്നത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ചെയ്യാനാണ്. ഫിംഗർ പ്രിൻറ്റ് ചെയ്യാനായിട്ട് ഫിംഗർ പ്രിൻറ്റ് ചെയ്യുന്ന കമ്പനി ആവശ്യപ്പെടുന്ന ഒരു ഫീസുണ്ട്. അത് ഒരു $100 താഴെ, $60 മുതൽ $100 വരെയുള്ള ഒരു എമൗണ്ട് ആയിരിക്കും. സോ ഫ്ലോറിഡ ബോർഡ് ഓഫ് നേഴ്സിംഗിൻ്റെ NCLEX RNൻ്റെ റിക്വയർമെൻറ്റ്സും പ്രോസസ്സിങ്ങും ഫീസും ഒക്കെയാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. നിങ്ങൾക്ക് ഫ്ലോറിഡ ബോർഡ് ഓഫ് നേഴ്സിംഗിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റും പരിചയപ്പെടുത്തി. ഇനി നിങ്ങളുടെ ഓൺ ടൈമിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്നെക്കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന സംശയങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി നിങ്ങൾക്ക് ചോദിക്കാം.
എഗെയിൻ ഞാനൊരു ഏജൻസി അല്ല, ഞാനൊരു ലോയറും അല്ല. നിങ്ങളെപ്പോലെ തന്നെ ഈ സെയിം ട്രാക്കിൽ കൂടെ കടന്നു വന്ന ഒരു സാധാരണ ഒരു നേഴ്സ് മാത്രമാണ് ഞാൻ. എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള പബ്ലിക് ഇൻഫർമേഷൻസ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ വീഡിയോ കാണുന്ന വളരെ കുറച്ച് ആളുകളിലേക്ക് എത്തിക്കുക എന്ന ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ചതിലും കുറച്ചുകൂടി ഇന്നത്തെ വീഡിയോ നീണ്ടുപോയതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇത്രയും സമയമായിപ്പോയി. അടുത്ത വീഡിയോയിൽ ഞാൻ ഇലിനോയ് ബോർഡ് ഓഫ് നേഴ്സിങ്ങിൻ്റെ പേപ്പർ വർക്കിൻ്റെ ഒരു ഫ്ലോയും കൂടെ കാണിക്കാം എന്ന് ഉദ്ദേശിക്കുന്നു. അത് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ കമ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അവിടെ ഇംഗ്ലീഷിൻ്റെ റിക്വയർമെൻ്റ് ഇല്ല. സോ നിങ്ങൾ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് തോന്നുന്ന ആളുകളിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നേഴ്സിംഗ് സുഹൃത്തുക്കൾ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഈ ഒരു ട്രാക്കിൽ കൂടെ പോകാൻ താല്പര്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കാം. ഇനിയും മഞ്ജൂസ് ലൈഫ് എന്ന എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള, വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ചാനലാണ്. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണം. എല്ലാം നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അല്ല, നല്ല കുക്കിംഗ് വീഡിയോസും ഇടുക്കിക്കാരുടെ ഒരു കൃഷിയുടെ വീഡിയോയും അങ്ങനെ ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മഞ്ജൂസ് ലൈഫ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. വീണ്ടും നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോയുമായി അധികം താമസിയാതെ വീണ്ടും കാണാം.